എല്ലാവർക്കും ടെക്4വ്ളോഗിന്റെ കൃഷി ചലഞ്ചിന്റെ 5ാം ദിവസത്തിലേക്ക് സ്വാഗതം. എന്റെ ബാക്കി എന്റെ വീട്ടിൽ കുറെ ചീരത്തൈകളുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ നടും. ഒപ്പം 2 ഗ്രോ ബാഗ് മഞ്ഞളും നടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചീരത്തൈ പറിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചീരത്തൈ വേണമെങ്കിൽ വന്നോട്ടെ. അമ്മ ഇതിൽ നിന്ന് വലിയ തൈകൾ പറിക്കണോ? നമ്മ ഇതില് ഒരു വരി ചോപ്പച്ചീര നട്ടിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾ നടാം. ഇതില് ഞാൻ കുറച്ച് കമ്പോസ്റ്റും മണ്ണും കുമ്മായമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഗ്രോ ബാഗിൽ നല്ലോണം മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞങ്ങൾ ഇതിലും നടണം. നമുക്കിനി മഞ്ഞൾ നടാം. തക്കാളി തൈയൊക്കെ ഉഷാറായിട്ട് ഉണ്ട് കേട്ടാ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചീരത്തൈയും മഞ്ഞളും നട്ടു. എന്റെ വീട്ടിലെ ചീരക്കട കണ്ടില്ല, എന്നെക്കാളും വലുതാണ്. പശുമൂത്രം മാത്രമുള്ള ഇതിന്റെ വളം. ഞാൻ 3 ആഴ്ച മുമ്പ് വെച്ച ചീരത്തൈയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളാൽ കഴിയുന്ന വിത്തുകൾ ശേഖരിച്ച് കൃഷി തുടങ്ങി നമ്മൾ ഈ സമൂഹത്തിന് മാതൃകയാകണം. എല്ലാവരും ഈ കൃഷി ചലഞ്ചിൽ എന്നോടൊപ്പം പങ്കാളിയാകണം. ഫ്രണ്ട്സ്, നമുക്കിനി 4ാം ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. ഇന്ന് ഞാനാണ് ചേച്ചിയല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീരയുടെ വിത്താണ്. ചീര നമ്മളിപ്പോ നടാൻ പോണ്. ഓക്കെ കിച്ചു, ബാമിനാണ് ഞാൻ ഇപ്പൊ പാകാൻ പോണത്. സാരിയ കുക്കുംബറാണ്. പിന്നെ ഞാനൊരു തുള്ളി വെള്ളം ഇട്ട് കൊടുക്കാണ്. ഞാൻ ഇന്ന് നടാൻ പോകുന്ന വിത്ത് വെണ്ടയാണ്. അവധിക്കാലം രസകരമാക്കാൻ ഞാനും കൃഷി തുടങ്ങി. കൃഷി ചലഞ്ച് 5ാം ദിവസം രാവിലെ 8 മണി. ഇന്ന് വന്ന മുളകൾ എണ്ണി നോക്കുകയാണ്. ചീര മുളച്ചു വരികയാണ്. പാവക്ക മുളച്ചു വരികയാണ്. നാളെക്കെല്ലാനും ശരിയായ രീതിയിൽ മുളകൾ വരും. രണ്ടാളും വെള്ളമൊഴിക്കുന്ന തിരക്കിലാണ്. മുളകൾ വന്നു തുടങ്ങി, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം.
രണ്ടാളും തകൃതിയായി വെള്ളം ഒഴിക്കുന്ന തിരക്കിലാണ്. കൃഷി ചലഞ്ച് 5-ാം ദിവസം വൈകുന്നേരം 6:30. ചെടിക്കിടാനുള്ള ആട്ടുംകാട്ടും ചാരവും അടങ്ങിയ ചാക്കുകളാണ് കാണുന്നത്. നാളെ ഇത് നടുന്നതിനുള്ള ആ ഒരു കുഴികൾ ഒരുക്കുകയാണ്. അതെന്താണ്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഭക്ഷിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് ഉൽപാദനം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ അണ്ണാറക്കണ്ണൻ തെന്നാലായത് എന്ന് പറയും പോലെ ഞാനും എൻ്റെ അനിയനും ഈ ചലഞ്ചിൽ ശക്തമായി മുന്നേറുകയാണ്. ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നട്ട വിത്തുകൾ ഇപ്പോൾ മുളച്ചിരിക്കുന്നു. അതോടെ ചെറിയ ദുഃഖത്തിലാണ് ഞങ്ങളുടെ മുഖ്യ സഹായിയായ അച്ഛൻ്റെ കൈക്കോട്ട് കൊണ്ട് മുറിഞ്ഞിരിക്കുന്നത്. ആയതിനാൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തരം കൃഷിയാണ്. ജന്മദേശം മെക്സിക്കോ ആയ ചായമൻസ് ചീരയാണ് ഞങ്ങൾ ഇന്ന് കൃഷി ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള കമ്പുകളാണ് നടാൻ നല്ലത്. ചായമൻസ ചീര പാചകം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 15 മിനിറ്റ് പാചകം ചെയ്തതിനു ശേഷമേ ചായമൻസ ചീര കഴിക്കാവൂ. അതോടൊപ്പം തന്നെ അലൂമിനിയം പാത്രത്തിൽ പാചകം ചെയ്യുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ വീട്ടിലെ രുചി അനുസരിച്ച് ഉപ്പേരി, തോരൻ എന്നിവ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി കൃഷി ചലഞ്ചിന്റെ 6-ാം ദിവസത്തെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.